ഹലോ രാവിലെ ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അന്നേരത്തേക്കിന് എന്ത് ചെയ്യേണ്ടത്, ഇത് കണ്ടോ വണ്ടി തന്ന പണിയാണ്. അന്നേരം പിന്നെ ഇത് ഞങ്ങൾ ചാക്കി ഇടുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മിനി വ്ളോഗാണ്. ഞാൻ ഈ ഉരിയും കിട്ടുന്ന വേറെങ്ങും പോകാനല്ല കേട്ടോ, വീട് വരെ ഒന്ന് പോകണം. മുളമ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇന്നാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നിറച്ചും വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. വിരുന്നുകാരെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ രാവിലെ റിലേറ്റീവും പിന്നെ റിലേറ്റീവ് അമ്മയുടെ ചേലാറമ്മയും പിന്നെ രണ്ടാമത്തെ നാത്തൂനും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ട്. മരിച്ചടക്കിന് പോയിട്ട് അവർ നേരെ ഇങ്ങോട്ട് വന്നാണ് കേട്ടോ. അന്നേരം അവർക്ക് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാം ചക്കി ഇടുവാണ്. ചേച്ചിയുടെ ഹസ്സാണ്, സുബിൻ ചേട്ടനാണ് ചക്കയൊക്കെ ഇടുന്നത്. എന്നിട്ട് ഇത് അങ്ങോട്ടും കൊണ്ടുപോകണം, ഞങ്ങൾക്കും വീട്ടിലും പോകുമ്പോഴത്തേക്കിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ ചക്ക വേവിക്കാനായിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ സമയത്ത് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്ത് മഴയൊന്ന് തോർന്ന് മേഘമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്ത ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ നല്ല മഴ പെയ്തായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചൂട് ചക്ക വേവിച്ചത്, മത്തിക്കറി, മത്തി വറുത്തതും കൂട്ടൊക്കെ കഴിച്ചു. മഴയത്ത് ചക്കയൊക്കെ കഴിക്കാൻ എന്ന രസമല്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പച്ചക്കായൊക്കെ അച്ഛൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചാക്കിനകത്ത് കെട്ടുവാണ് കേട്ടോ. അതിൻ്റെ കൂടെ പച്ചക്കായും കൂടെ എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് വെക്കുവാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാനായിട്ടേ. എന്നിട്ട് ഇതെല്ലാം സെറ്റൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അവർ ഇറങ്ങുവാണ്, ഞങ്ങൾ ഇറങ്ങുവാണ്. സന്ധ്യ കഴിഞ്ഞു. അന്നേരത്തേക്കിനാണ് ഞങ്ങൾ വീട്ടിലൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ മുളമ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല, സങ്കടമായിരുന്നു പോകാനായിട്ട്. അപ്പോൾ ചക്കി ഇട്ട സമയത്ത് എന്നാൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകാണ്. അതുകൊണ്ട് അവരും ഇറങ്ങുന്നു, ഞങ്ങളും ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മയോട് നോക്കി നിൽപ്പുണ്ട്. പിന്നെ അമ്മയുടെ മൂത്ത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മൊത്തം വിരുന്നുകാരായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. മാളിക്കടവ് ജംഗ്ഷൻ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്ലീബ ചർച്ചിൻ്റെ കുരിശുതൊട്ടിയാണ് അതെ. അങ്ങനെ നമ്മൾ ഇറങ്ങി പോയ സമയത്താണ് പരുത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി അങ്ങ് ഓഫായിപ്പോയി. അന്നേരം നോക്കിയപ്പോഴത്തേക്കും പെട്രോൾ ടാങ്കിനകത്ത് തുള്ളി പോലും പെട്രോളില്ല. പിന്നെ ഞങ്ങളെ വഴി നിർത്തിയിട്ട് രാവിലെ അന്നേരത്തേക്കും ബൈക്കിൽ ഒരു ചേട്ടൻ വന്നപ്പോൾ കൈ കാണിച്ചപ്പോൾ അന്നേരം നിർത്തി കേട്ടോ. പിള്ളേരെയും കൂടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. എന്നിട്ട് ആ ബൈക്കിൽ കയറി രാവിലെ പെട്രോൾ വാങ്ങിക്കാൻ പോയേ. ആ സമയത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സൈഡിലെ വീട്ടിലെ ഒരു ചേച്ചി വന്നിട്ട് 2-3 പ്രാവശ്യം ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ പറഞ്ഞു കൊച്ചുങ്ങളെയും കൊണ്ട് വഴി നിൽക്കേണ്ട, കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയും ചേട്ടനും ഒന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അവർ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ വേണ്ട കയറി ചെന്നും. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലത്തെ ആൾക്കാരുണ്ടോയെന്ന്. ഞാൻ പല സമയത്തും വണ്ടി സ്റ്റാർട്ടാകാതൊക്കെ നിൽക്കുന്ന സമയത്ത് ആരും അങ്ങനെ നമ്മളെ നോക്കിയിട്ട് പോകുന്ന അല്ലാതെ കയറി ഇരിക്കാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ ചേച്ചി നല്ല സ്നേഹമായിരുന്നേ. നമ്മളെ പരിചയമുള്ളൊരു വീട്ടിൽ ചെല്ലുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ. ചെന്ന സമയത്ത് ചേച്ചി കണ്ട് ലഡുവും വെള്ളം കുടിക്കാനും എല്ലാം കലക്കിക്കൊണ്ട് വന്നേ. ഞാൻ സാധാരണ എന്തെങ്കിലും തന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ ചേച്ചി ലഡുവായിട്ട് വന്നത്. അന്നേരത്തേക്ക് ഞാൻ ഇതിൽ വാങ്ങിക്കുകയും ചെയ്തു. പിന്നെയാണ് ഞാൻ ഓർത്ത് അയ്യോ വാങ്ങിക്കേണ്ടത്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, സാധാരണ നമ്മുടെ ഒരു ചേച്ചീനെ പോലെ തന്നെയാണ് കേട്ടോ പെരുമാറി. നല്ല സ്നേഹമായിരുന്നേ. അന്നേരം രാവിലത്തെ പെട്രോളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ മൂത്ത ചേച്ചിയുടെ ഇളയ കൊച്ചൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ടിരുന്ന് കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കഞ്ഞിയും പയറും വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഞ്ഞിയും പയറും കൂടെ അച്ചാറും കൂട്ടി കഴിച്ചു. നല്ല രസമല്ലേ കഞ്ഞിയും പയറും കാച്ചിക്കൊണ്ടും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഒന്നിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ കഞ്ഞിയും പയറും കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഇത് മൂത്ത ചേച്ചിയുടെ ഭർത്താവാണ്, എൻ്റെ ചേച്ചിയുടെ കേട്ടോ, ഉദയൻ ചേട്ടൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ കാച്ചിക്കൊണ്ടും ജ്യൂസും മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നേക്കുവാണ്. അപ്പം ഞങ്ങൾ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലോട്ട് തിരിച്ച് വന്നു. ഇന്നും ഇതേ സമയം 10:15 കേട്ടോ. കിച്ചുകൂട്ടൻ ഉറങ്ങി വണ്ടി ഇരുന്നപ്പോൾ തന്നെ കാശി പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് വണ്ടി ഇരുന്ന് നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങിയത് കൊണ്ട് കാശി അങ്ങ് കളി തുടങ്ങി. പിന്നെ ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ കാശി ഉറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരുന്ന സമയം ഇതാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴും 10:30 ഇന്ന് 10:15 കേട്ടോ. അപ്പോഴത്തേക്ക് കാശിയുടെ തകർപ്പും കളിയും എല്ലാം കഴിഞ്ഞ് കിടക്കുന്നില്ല അവൻ. നല്ലതായിട്ട് ഉറങ്ങിയാൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എഴുന്നേറ്റ്. അന്നേരത്തേക്ക് ഇന്നിപ്പോൾ ഇനി ഉറക്കമൊക്കെ കണക്കായിരിക്കും. അപ്പോഴത്തേക്ക് ഞാനും ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടി ഉറങ്ങാൻ പോകണം. ഓക്കെ, താങ്ക് യു ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗൈസ്.